क्या नहीं किया? अभी तक नहीं किया लेकिन मैं इम्प्रूव करने के लिए नहीं तो फिर तुमने मुझसे क्या बोल के मैरिज किया? तुमने मुझसे क्या बोल के मैरिज किया? हाँ बोल। नहीं तुम बताओ ना, तुमने मुझसे क्या बोल के मैरिज किया? सिविल इंजीनियर बोल के मैरिज किया। तुम कॉलेज में गया, मैंने तेरे को 1000 बार पूछा, तुमने मुझे बोला हाँ ഞാൻ കോളേജിൽ പോയി പഠിച്ചാണ് വേണമെങ്കിൽ ഞാൻ ഡിഗ്री सर्टिफिकेट എടുത്ത് കാണിക്കാം. हाँ बीटेक इंजीनियर है. तुमने ये मुझे शादी से पहले बोला ना. कितना झूठ बोला तूने मुझे. क्यों किया तुमने मेरे साथ ऐसा? मैंने जब ईशानी पैदा हुई तब भी मैंने बोला, कोविड आया तब भी मैंने तेरे को बोला पुणे में 2.5 लाख रुपीस का सैलरी पैकेज है, तुम आ रहे नहीं आ रहे. प्रकाश सर तब भी रेडी था, राजेंद्रन सर रेडी था. ബേട്ടാ मैं उसके लिए जॉब ठीक करता हूँ, നീ വിഷമിക്കേണ്ട, അവന് ജോബ് ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ. നീ എന്തുകൊണ്ട് വരാതിരുന്നു? ബിക്കോസ് നിന്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഇല്ല പ്രോപ്പർ അല്ലേ? അത് ബിടെക് സർട്ടിഫിക്കറ്റ് ആണ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ്. इंडियन सर्टिफिकेट डिप्लोमा का बात तुम छोड़ दो. तुम्हारा सर्टिफिकेट डिप्लोमा का है, तुम ये मानने को तैयार हो जाओ. यू आर नॉट ए डिग्री पर्सन, यू आर ए डिप्लोमा. यू आर ए डिप्लोमा इन सिविल इंजीनियरिंग. ഡിഗ്രി ആയതുകൊണ്ടല്ലേ ഞാൻ എംബിഎക്ക് ചേരാൻ പറഞ്ഞത്. നീ എന്ത് ചേരാം? ഇന്നലെ നിന്റെ കള്ളത്തരം ഇവിടെ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ശ്രീ എന്നോട് ഇപ്പൊ പറയും, ഈ 10 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്തുവായിരുന്നു ഏതായിരുന്നു ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ തലയുടെ മണ്ടയ്ക്ക് ഇരുന്നപ്പോഴാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് എടുത്ത് തരുന്നതും എനിക്ക് അയച്ചു തരുന്നതും സി വി ഉണ്ടാക്കാന്ന്. ഈ വർഷങ്ങളിൽ നിങ്ങൾ എനിക്ക് ഇത് തന്നിട്ടില്ല. ഇതിപ്പം മാനല്ലോ ഞാൻ ഇന്ത്യയിലായിരുന്നു, ഞാൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേ? നീ ഈ ജീവിതം തന്നെ ജീവിക്കാൻ പോകുന്ന അല്ലല്ല. നീ എന്തിനിങ്ങനെ കള്ളം പറയുന്നു ശ്രീജി? ഒരിക്കലും എങ്ങനെ ഈ 10 വർഷം നീ ചെയ്തില്ല. ഈ കഴിഞ്ഞത് വരെ നീ എന്നോട് എന്നാ പറഞ്ഞു? ഇതുവരെ എനിക്ക് അതിന്റെ ആവശ്യം വന്നിട്ടില്ല. നീ മാറ്റി പറയല്ലേ? നീ അല്ല നീ പറഞ്ഞില്ലേ പൈസയുടെ ആവശ്യം വന്നില്ല, പൈസയുടെ ആവശ്യം ഇല്ലെന്ന് നിനക്ക് തോന്നുന്നു. നീ അത്രയ്ക്ക് ഒരു പൊട്ടനാണോ? നിന്റെ ലൈഫിൽ പൈസയുടെ ആവശ്യം വന്നില്ല. നിങ്ങൾക്ക് 2 പിള്ളേരുണ്ടായതോ? അല്ലല്ല. നീ പിന്നെ എന്തിന് 2 പിള്ളേരെ ഉണ്ടാക്കി? നിനക്ക് പൈസയുടെ ആവശ്യമില്ലെങ്കിൽ നീ എന്തിന് പിന്നെ 2 പിള്ളേരെ ഉണ്ടാക്കി? എന്തോ എപ്പോഴാണ് നീ പൈസയുടെ ആവശ്യം വരുന്നത്? ലെറ്റ് മീ ആസ്ക് യു. പൈസയുടെ ആവശ്യം വരുന്ന അപ്പോഴാണോ പൈസ ഉണ്ടാക്കുന്നത്? അതിന്റെ മുമ്പേ നീ മരിച്ചു പോയാൽ എന്ത് ചെയ്യും? അതിന് മുമ്പേ എപ്പോഴെങ്കിലും നീ മരിച്ചു പോയാൽ എന്ത് ചെയ്യും? നിനക്ക് എന്തെങ്കിലും നിന്റെ ലൈഫിനെ പറ്റി ഗ്യാരണ്ടി ഉണ്ടോ? അല്ല, ആരുടെ ലൈഫിനെ പറ്റി ഗ്യാരണ്ടി? നിനക്ക് നിന്റെ ലൈഫ് എത്രത്തോളം പോകും നിനക്ക് അറിയാവോ ഇല്ലയോ? നിന്റെ ലൈഫ് സ്റ്റൈൽ എന്താണ്? ഇത്രയും വർഷം നീ കള്ളു കുടിച്ച് ജീവിച്ചു, കുട്ക തിന്ന് ജീവിച്ചു. ഏനാ കള്ളു കുടിക്കാതെ ഒരു മനുഷ്യരോട് കണ്ണി നോക്കി നിനക്ക് ലെവലിൽ നിന്ന് സംസാരിക്കാനുള്ള ധൈര്യമില്ല. കള്ളു കുടിച്ചില്ലെങ്കിൽ നിനക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. നാട്ടിലും ഇത് തന്നെയാ. നാട്ടിൽ ഞാൻ ചോദിക്കുന്നു, അന്നും ഞാൻ ചോദിച്ചാലും നിന്നോട്, ഇത്രയും കള്ളു കുടിക്കുകയാണെങ്കിൽ ദുബായിൽ കള്ളു കുടിക്കുന്നവനായിരിക്കണം ഇതുപോലെ കള്ള് അത്രയ്ക്ക് കപ്പാസിറ്റി ഉള്ളവനായിരിക്കണം. ഒരു ദിവസം ഒരു കുപ്പി തീർക്കണമെങ്കിൽ അത്രയ്ക്ക് കപ്പാസിറ്റി ഉള്ളവനായിരിക്കണം. ഇനി നീ മാറ്റി പറയരുത് എന്നോടൊന്നും. നീ വാ തുറക്കരുത്. ബിക്കോസ് നീ ഇതെല്ലാം ചെയ്ത കാര്യങ്ങളാണ്. അവിടെ നീ മിണ്ടരുത്. പക്ഷെ എന്നും ചെയ്യുന്നില്ലല്ലോ. നിനക്ക് നാണമുണ്ടോ ഇത് പറയാൻ തന്നെ? എന്നും ചെയ്യുന്നില്ലെന്ന്? വല്ലപ്പോഴും നീ അഭി തെരെ ഭയ്യ को मैं बुलाती हूं ना, रुको ना.